ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല. രാവിലെ തന്നെ ബ്രഷൊക്കെ ആയിട്ട് ഇറങ്ങിയെന്ന് കണ്ടിട്ട് അപ്പോൾ അതിനായിട്ട സംഭവം എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ ഇട്ട്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് മാതിരി ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് അത്ര തന്നെ ഇട്ട്. ഭയങ്കര തിരക്ക് പിടിച്ചൊരു ഡേ ഇൻ മൈ ലൈഫായി പോയിട്ടത്. അപ്പോൾ രാവിലെ തന്നെ നീച്ച് വന്നപ്പോൾ അതാട്ട അവസ്ഥയിൽ വെയിലൊക്കെ ഉദിച്ചിരിക്കുന്നു. പിന്നെ ഇപ്പോൾ വെയിൽ ഉദിച്ച് നമ്മളെ കാത്തിക്കൂലല്ലോ. കാരണം എന്താ വെച്ചാൽ രാവിലെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കടന്നതേന്ന്. പിന്നെ നേരെ 8 മണി ആയിക്കണം നീച്ചപ്പോൾ. പിന്നെ വേഗം പല്ലൊക്കെ തേച്ച് കഴുകി ഇങ്ങനെ മുറ്റത്ത് കൂടി പിന്നെ ഇങ്ങനെ മേപ്പോട്ടൊക്കെ ഇറക്കി നിന്നിട്ട്. അപ്പോൾ ആകാശമൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. മേഘമൊക്കെ ഇങ്ങനെ കെട്ടി നിന്നിട്ട് അങ്ങനെ വെയിലുണ്ട് വെച്ചാൽ വെയിലുണ്ടായിരുന്നു. ഒന്ന് മഴക്കാറുണ്ട് വെച്ചാൽ മഴക്കാറുണ്ട്. അങ്ങനത്തെ ഒരു ദിവസം കേട്ടോ. അപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് മഴ തന്നെയാണല്ല. അപ്പം അങ്ങനെ ഒരു മൂടി പിടിച്ചുകൊണ്ടൊരു ദിവസം. പിന്നെ അതാട്ടപ്പം ഞങ്ങളെ മുന്തിരിവള്ളിയൊക്കെ നല്ലപോലെ വന്നിക്കണം കേട്ടോ. ഇതിന്മേ എന്നത്തെ കാലമാണ് ആവട്ടെ മുന്തിരി കഴിച്ചൽ വള്ളി കൊടുന്ന് വെച്ചിട്ട് കുറേ കാലമായിട്ടാണ്. കാരണം ഞങ്ങൾ ആദ്യത്തെ പെരയിൽ നിന്ന് അവിടുന്ന് പറിച്ചിട്ട് ഇവിടെ കൊടുത്ത് കുഴിച്ചിട്ടിരുന്നു. ഇവിടെ അതേമാതിരി വള്ളി വെക്കാന്നല്ലാതെ കായ് ഇതുവരെയായിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അതിന്മേൽ ഇനി കായ് ഉണ്ടായി തിന്നാനുള്ളൊരു ഭാഗ്യം ഉണ്ടായാൽ മതിയെന്ന്. പിന്നെ അതപ്പാൻ്റെ ചെടികളും മരങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കി നിന്നിട്ടാ. പിന്നെ അത് ബ്രഷും പിന്നെ ഇതൊക്കെ കൈക്ക് പിടിച്ചേക്കണം. പിന്നെ അങ്ങനെ കൈക്ക് പിടിച്ചെന്നാലും ഉമ്മ തച്ചില്ല കേട്ടോ. കാരണം ഇന്ന് ഭയങ്കര തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് നടന്നാൽ പോരല്ലോ. അപ്പോൾ പിന്നെ വേഗം പല്ലും മുറൊക്കെ തേച്ചേക്കിട്ട് വേഗം പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട്. ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു പാത്രത്തിൽ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉരുണ്ടൊരു പാത്രം ഇട്ടത് ഒരു കപ്പ് മധുരക്കുള്ള സംഭവം കേട്ടോ. അതിലിട്ട് ഞാൻ വെള്ളം കുടിച്ചും. അങ്ങനെ വെള്ളം കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അത് പൂച്ച തന്നെ തൊണ്ടയിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. പച്ചവെള്ളമാണ് അത് കൊടുത്തിട്ട് ഇപ്പോൾ പൂച്ച കുടിച്ചില്ലല്ലോ. അങ്ങനെ ഞാൻ വെള്ളം കുടിച്ചത് ഇങ്ങനെ നോക്കി നിൽക്കട്ടെ. പൂച്ച അവിടെ നോക്കി നിന്നോട്ടെ. ഞാൻ പൂച്ചേനെ നോക്കി നിന്നാൽ എൻ്റെ മെന്നെ കിട്ടും. കാരണം മെന്നെ കാത്തിക്കാണ് വേഗം പണികളൊക്കെ കഴിച്ചുവിടുക എന്ന് പറഞ്ഞിരുന്നു. ഞാനിത് കൊലൈമീൻ വന്നിരുന്ന് അങ്ങനെ വെള്ളം കുടിച്ച് ഇങ്ങനെ മേപ്പോട്ട് നോക്കിയിരിക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ മേലത്തത് ഇങ്ങനെ കാടൊക്കെ വെട്ടി ഇതാക്കിയിരിക്കുന്നു ഇട്ടത്. ഈ കാട് വെട്ടിയോണ്ട് എൻ്റെ അമ്മാക്കുട്ടൊക്കെ നല്ല കിട്ടിയില്ലായിരുന്നു കേട്ടോ. നല്ല തോനെ വിറകാൾ കിട്ടിയിട്ട് നല്ല അടിപൊളി വലിയ കൊമ്പും ചുള്ളിയൊക്കെ അത്യാവശ്യം കിട്ടി ഇങ്ങനെയൊക്കെയുള്ള വിറകാളൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടിച്ചെടുത്തോടൊക്കെ കഴിഞ്ഞതിന് ശേഷം മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ചക്ക ഉണ്ട് കേട്ടോ. അപ്പം പറഞ്ഞ ചക്ക ഇട്ടാൽ പൗത്താ തിന്നാറുണ്ട് കേട്ടോ. അപ്പോൾ പോക്കില്ലെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇട്ടുകൊണ്ട് ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആളെ കത്തിയൊക്കെ ആയിട്ട് പോയത് കേട്ടോ. എന്നിട്ട് ചക്കൻ്റെ ഇങ്ങനെ മേലത്തെ തണ്ടാണ് മുറിച്ചൊന്ന് താഴെന്ന് അറിയില്ല കേട്ടോ. താഴെ കുറേ കത്തിവെക്കും മേലെ കുറേ വെക്കും. ലാസ്റ്റ് മേലെ മുറിച്ചാൽ കഴിയുമ്പോൾ വേറെ ഒരു പൂവുണ്ട്. അപ്പോൾ പൂ കൊഴിഞ്ഞിടുന്നതാണ്. അപ്പോൾ താഴെ വെച്ചിട്ടാ. അപ്പോൾ താഴെ വെച്ച് മുറിച്ചോട് കൂടി ചക്ക നിലത്ത് കൊണ്ട് വീണ് കേട്ടോ. എന്തായാലും ഉപ്പേരിക്കുള്ള ആവാത്ത ഭാഗ്യം കേട്ടോ. കാരണം അതിൻ്റെ അപ്പുറത്ത് കല്ലുണ്ടായിരുന്നു. അതിന്മേൽ വീണ് ചതഞ്ഞിക്കണമെന്നുണ്ടെങ്കിൽ നേരെ കൊണ്ടുപോയി സമ്മന്തിയിട്ട് ഇറക്കേണ്ടി വരും. ഭാഗ്യത്തിന് സമ്മന്തി ഇറക്കാനുള്ള വക ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇട്ട ചക്ക നിലത്തേക്കും വീണ ചക്ക എടുത്ത് അങ്ങനെ മാറ്റി വെച്ചിട്ടാ. പിന്നെ അങ്ങനെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇതേമാതിരി പൂത്തിട്ടില്ല. അപ്പോൾ ചക്കനെ കൊണ്ട് പറഞ്ഞാൽ മധുരമാണ്. ചക്ക ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞ കളർ വെച്ച് തരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അറുത്ത് വെച്ചാൽ പോക്ക് വെച്ചിട്ടാട്ടോ അറുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ സപ്പോർട്ട് അതേമാതിരി തന്നെ അറുത്ത് വെച്ചാൽ പോക്കും കരുതി. അതായത് നമ്മൾ അരിയിൽ പൂത്തി വെച്ചാൽ അതിനെ പോക്കുമല്ലോ. അങ്ങനെ 2 എൻ്റെ പൂതിക്ക് അറുത്താട്ടോ. പിന്നെ മറ്റൊക്കെ അവിടെ മരത്തുമ്പോൾ തന്നെ ഇട്ടാ. അങ്ങനെ പൂത്തിട്ടില്ല കേട്ടോ. പിന്നെ അറുത്തതിനൊക്കെ ഉമ്മാൻ്റെ കൈക്ക് കൊടുത്തിട്ട് അരി പൂത്തി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തായാലും അരി പൂത്തി വെച്ചിട്ടു. ഇത്രയും ദിവസമായിട്ട് പൂത്തിട്ടില്ല കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ഞാൻ പോരുന്നതിന് 2 ദിവസം മുന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിരുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് അത് പൂത്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നും കൂടി ഇതാവണേന് ഞാനും ഒരാഴ്ച മുന്നൊക്കെ അറുത്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ തിന്നാളൊരു പോപ്പൊക്കെ ആയിന്ന്. പക്ഷെ എന്തായാലും എനിക്ക് അത് തിന്നുള്ള ഭാഗ്യമില്ല. എനിക്ക് തൊള്ള ഭാഗ്യം എന്ന് പറഞ്ഞില്ല കേട്ടോ. തൊള്ള ഭാഗ്യമില്ല അല്ലാത്ത ഭാഗ്യമില്ല കേട്ടോ. ഇതിൻ്റെ ഒക്കെ തല തിരിഞ്ഞിട്ടാട്ടെ വരുള്ളൂ. അങ്ങനത്തെ കർമ്മത്തി ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഉപ്പാൻ്റെ എന്താ പറയുക ഈത്തപ്പഴന്മാരൊക്കെ അതാട്ടോ അവിടെ നല്ല ഉഷാറിൽ വന്നിരിക്കണം കേട്ടോ. പിന്നെ വേറൊരു ഈത്തപ്പഴന്മാർ അതാ ഇവിടെ കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ കായ്ച്ചില്ലെന്നൊന്നും അറിയില്ല കേട്ടോ. ചില ഭാഗത്തൊക്കെ കായ്ച്ചുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും മരങ്ങളൊക്കെ നല്ല ഉഷാറിൽ വലുതായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടെങ്കിൽ മണി പ്ലാന്റ് കേട്ടോ. ഇതിന് വേറെ എന്തോ പേര് പറയുന്നത് തോന്നുന്നു. എന്തായാലും ഞാൻ മണി പ്ലാന്റ് എന്ന് പറയും. ഇതിൻ്റെ വേറൊരു ടൈപ്പ് മണി പ്ലാന്റ് ഇട്ടത് ഇങ്ങനെ ഇല കയറിക്കൊണ്ടുള്ള ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതിന്മേൽ കണ്ട ഒരു പൂ മാതിരി വന്നിരിക്കണത്. അതിൻ്റെ പൂവ് എന്താ സംഭവം നോട്ടെ. നമ്മൾ ഈ ചേമ്പുമൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ എന്തോ പൂവ് എന്തോ വരുമല്ലോ ഒരു സംഭവം. അങ്ങനെ ഒരു സംഭവം വന്നിരിക്കണം കേട്ടോ. ഇതിമ്മ ഞങ്ങൾ ആദ്യം തൂമ്പാണ് എന്നൊക്കെ കരുതിയിരുന്നത്. കാരണം ഇതിമ്മ ആദ്യമായിട്ട് വരികയാണ്. പക്ഷെ തൂമ്പ് ഇങ്ങനെയല്ല ഇതൊരു മഞ്ഞ കളറായിട്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് പോയപ്പോഴല്ലേ സംഭവം മനസ്സിലായത്. ഈ ചേമ്പോ ചേമ്പ് എന്തിമ്മോ ഉണ്ടല്ലോ ഇതേമാതിരി ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. അങ്ങനത്തെ ഒരു സംഭവം ഇതിമ്മയും വന്നിക്കണം. പിന്നെ ഇത് വെച്ച കഥ ഒന്നും പറയണ്ട കേട്ടോ. എത്ര കൊല്ലം മുന്നേ 3 കൊല്ലം മുന്നേ വെച്ചതാട്ടോ. അപ്പോഴാട്ടോ നല്ലപോലെ ഒന്നും ഇങ്ങനെ പിടിച്ച് വന്നിക്കണത്. 3-4 കൊല്ലമായി തുടങ്ങി. ഞങ്ങൾ പെര കൂടിയിട്ട് ഇന്ന് ഉടനെ വെച്ചതാട്ടോ. പക്ഷെ അന്നൊന്നും അത് വലുപ്പം വെച്ചിരുന്നില്ല. വെച്ച അതേമാതിരി എന്നിട്ടാ സത്യത്തിൻ്റെ പാതിയിലായിരുന്നു. ഇപ്പോഴാട്ടോ പെട്ടെന്ന് അങ്ങോട്ട് വലുതായി തടിച്ച് ഇങ്ങനെ ഇലകളും ഒക്കെ വന്നിട്ട് വള്ളിയായത്. അന്നൊക്കെ വെച്ച അതേ വലുപ്പത്തിൽ തന്നെയാണ്.
ഇത് പിന്നെ എന്താ സംഭവം എന്നല്ല, ഇതാണ് നമ്മളെ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ടല്ലോ അതിട്ടാ. അത് പറഞ്ഞ മാതിരി തന്നെ ഞാൻ ചെന്നപ്പോൾ ഒരു ഹാർട്ട് മുണക്കില്ല, അത് ഇലൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു കൊമ്പും ചുള്ളായി നിൽക്കുന്നു. പോരാനായപ്പോൾ അത് ഇലൊക്കെ വന്ന് നിറച്ച് പൂവൊക്കെ ഇട്ടിട്ടാ. ഇനി ഇൻഷാല്ല ഞാൻ ചെല്ലുമ്പോൾ കായ് ഉണ്ടായാൽ തിന്നാം, അല്ലെങ്കിൽ തിന്നാനും കിട്ടൂല കേട്ടോ. കാരണം എന്താ വെച്ചാൽ തീരെ തൊള്ള ഭാഗ്യമില്ലേ, എന്തുണ്ടായാലും എനിക്ക് തിന്നുള്ള ഭാഗ്യം ഉണ്ടാവില്ല. എൻ്റെ അപ്പം ഗൾഫിലായി പോയി, ഞാൻ ഇവിടെ തിരൂരായി പോയി, എന്തുണ്ടായാലും ഞങ്ങൾക്ക് തിന്നാൻ കിട്ടൂല കേട്ടോ. പിന്നെ അതേമാതിരി അറുത്ത് വെച്ച് പോപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്താലേ തിന്നാൻ കിട്ടുള്ളൂ. അതാണെങ്കിൽ തിന്നാനുള്ള ഭാഗ്യമില്ല, അതൊട്ട് പോത്തതും ഇല്ല. എന്താ ചെയ്യുക അങ്ങനെ. പിന്നെ അതാട്ടോ മുരിങ്ങക്കായ് മരം ഉണ്ട് കേട്ടോ, ഇങ്ങനെ കൊലായിൻ്റെ അവിടെ അയിമയാണല്ലോ ഇല ഇല്ലാതെ പൂ ഇട്ടിക്കണം കേട്ടോ. അങ്ങനെ കായ്ച്ചണ മുരിങ്ങേനെ, അപ്പം അതിന് പൂ ഇട്ടിക്കണം. നല്ല മണം ടൈം ഇതിൻ്റെ മുരിങ്ങക്കായിൻ്റെ മണമുണ്ട്, അതായത് പൂവിൻ്റെ മണം. മുരിങ്ങക്കായിൻ്റെ പൂവിൻ്റെ മണമുണ്ട്. പിന്നെ മിറാക്കിൾ ഫ്രൂട്ട് അറിയാമല്ലോ, അതിൻ്റെ പൂവ് നല്ല മണമായിട്ട് നല്ല ഇഷ്ടമായിട്ട്, നല്ലൊരു വെറൈറ്റി മണം കേട്ടോ. രണ്ടും ഒരിടത്തായതുകൊണ്ട് നല്ല മണമായിട്ട് ആ ഭാഗത്തേക്ക് പോകുമ്പോൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ അമ്പലക്കുളം ഒന്ന് വന്ന് നോക്കിയതാട്ടോ, സത്യത്തിൻ്റെ പാതയിലുള്ള എൻ്റെ അമ്പലക്കുളമാട്ടോ. കാരണം എന്താ വെച്ചാൽ കുറേ കുട്ടികളും മക്കളൊക്കെ ഉണ്ട്, ഒരു കായ് ഇതുവരെയായിട്ടും പൂ ഇതുവരെയായിട്ടും ഇതിന്മേൽ ഇട്ടിട്ടില്ല കേട്ടോ. നിറച്ച് കുട്ടികളും മക്കളൊക്കെ ഉണ്ടാവും എന്നല്ലാതെ പൂ കായ്ച്ചത് ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. എന്നത്തെ കാലമാണാവോ പൂ വിരിഞ്ഞൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു കേട്ടോ. പിന്നല്ലേ അറിഞ്ഞത് ഈ ടൈമ് പൂ ഇടൂല അത്ര കേട്ടോ. അതിപ്പോൾ നമുക്കറിയില്ലല്ലോ. ഞാനിതൊരു സ്ഥലത്തുനിന്ന് പൂ വിരിഞ്ഞ് കണ്ടിട്ട് അങ്ങനെ കൊടുന്ന് വെച്ചതേന്ന് കേട്ടോ. പക്ഷേ ഞാൻ വെച്ച തൈമയാണല്ലോ പൂ ഇടൂല അത്ര. അതെങ്ങനെയാ വെച്ചാൽ ഈ അമ്പലും താമരയൊക്കെ ഉണ്ടാക്കുന്ന ആളോട് ചോദിച്ചാൽ പ്ലാട്ട് അറിയുന്നത്. ഞാനാണേലും അത് ഇന്ന് പൂടും നാളെ പൂടും എന്ന് പറഞ്ഞിട്ട് പറിച്ച് ഒഴിവാക്കാതെ കൊണ്ടിറക്കിയെന്ന് കേട്ടോ. ലാസ്റ്റ് പൂടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒഴിവാക്കാൻ വേണ്ടി നിന്ന്. പിന്നെ ഒക്കെ തോന്നി വേണ്ട, അവിടെ നിന്നിട്ട് രസമല്ലേ. പിന്നെ എൻ്റെ ഉമ്മയോട് പറഞ്ഞിട്ട്, പക്ഷേ എൻ്റെ ഉമ്മ ഒഴിവാക്കിയിട്ടില്ല, അത് രസത്തിന് അങ്ങനെ അവിടെ ഇട്ട്. പിന്നെ ഇതുകൊണ്ട് ഇലയിൽ കൊണ്ടുപോയി പായലിട്ടിക്കണം കേട്ടോ. അപ്പം പായലും തൈയൊക്കെ തുരുന്നനെ ഇല ഉണ്ടായിക്കണം. പൂ എന്തായാലും ഇപ്പം ഇമ്മ കഴിച്ചില്ല എന്ന് ഉറപ്പായിട്ടാണ്, അല്ല പൂ ഇടൂല എന്ന് ഉറപ്പായി. അങ്ങനെ പിന്നെ എന്തായാലും ഉമ്മാൻ്റെ ചെടിയും ഉപ്പാൻ്റെ മരങ്ങളും ഒക്കെ അതാട്ടോ. അമ്മ ചെടീൻ്റെ ആളും ഉപ്പ മരങ്ങളെ ആളും കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ഒരു വെറൈറ്റി ബുഷ് മാതിരിയുള്ളൊരു സംഭവം ചെടി ഇതാട്ടോ. അത് ഞാൻ എപ്പോഴും ഉമ്മയോട് അറിയട്ടെ, ഞാൻ തിരൂർക്ക് പോകുമ്പോൾ ഞാൻ രാത്രി പോകുമ്പോൾ പറിച്ചുകൊണ്ട് പോകുന്നു. കാരണം ഉണ്ടായിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പക്ഷേ എൻ്റെ അമ്മ എന്നെ പറിച്ചാൻ നിൽക്കില്ല. കാരണം എൻ്റെ അമ്മ എനിക്ക് വേറെ ഒരു തൈയും തന്നീന്ന്, അതിന് പുറമെ എനിക്കൊരു കുപ്പിയിലാക്കിയിട്ട് തൈ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് കൊണ്ടുപോയി വെച്ച് പറഞ്ഞിട്ട്. പിന്നെ അതപ്പുറത്ത് കൊലയിൻ്റെ വടി ഉണ്ട് കേട്ടോ, ഒരു മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ഒരു മരം. ഇതിന് അതേമാതിരി തന്നെ പൂവളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കായ്ച്ചിട്ടില്ല, രണ്ടും പൂ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്ത പോക്കിലേലും കായ്ച്ചിട്ട് തിന്നാൻ കിട്ടിയാൽ മതിയെന്ന് കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിപ്പോൾ വല്ലാതെ അങ്ങനെ കാണാനില്ല കേട്ടോ, എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പൂവാൾ കാണുന്നുണ്ട് കേട്ടോ. മറ്റുമ്പോൾ തുരുതുരുന്നേനെ പൂവിടുകയും ചെയ്യും, നല്ല കായ്ച്ചും ചെയ്യും കേട്ടോ. പിന്നെ അതാ പെരൻ്റെ പിന്നാമ്പുറത്തത്തെ കാഴ്ചയിട്ടത്, ഇവിടെ ഒന്നും ഒരു ആൾക്ക് നിൽക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് വെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൊലയിൻ്റെ അവിടെ കണ്ടില്ലേ, എന്നാൽ മാതിരി തന്നെ വെയിൽ കാരണം നമുക്ക് കൊണ്ടൊന്നും ഇറങ്ങാൻ തന്നെ പറ്റുന്നില്ല. ഈ തിരുമാങ്കലിൻ്റെ അവിടെ ഒന്നും തിരുമാൻ തന്നെ പറ്റില്ല കേട്ടോ. രാവിലെ നീച്ച് തിരുമ്പണേനും. അപ്പോൾ ആ സ്ഥാനത്ത് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നല്ല തണലാട്ടോ. ആ അരിനെല്ലിക്ക മരത്തിൻ്റെ തണലാട്ടോ അപ്പോൾ ആ തിരുമംഗലിൻ്റെ അവിടെ. പിന്നെ പുറത്തേക്കൊക്കെ അതാ മരങ്ങളൊക്കെ വലുതായി നല്ല തണലായിക്കണം കേട്ടോ. അപ്പോൾ വെയിൽ എവിടെ വെച്ചാൽ കൊലയിൻ്റെ ഭാഗത്താട്ടോ. ഇപ്പോൾ അവിടുത്തെ ആ പ്ലാവാളും ഒക്കെ ഇങ്ങനെ വലുതായി വന്നാൽ അവിടെയുള്ള തണലാവും. വലുതായി കിട്ടണം കേട്ടോ. പിന്നെ നമ്മൾ ആ ചക്കട്ട മരത്തുമ്മത്തെ ചെറിയ ചെറിയ ചക്കാൾ ഇതാട്ടോ. ഞാൻ ഇട്ടീന്ന് ആ മേലെ മുറിച്ചാൽ നോക്കിയില്ല, അതിൻ്റെ തണ്ട്. അതിൻ്റെ നേരെ താഴെ തന്നെ ഒരു പൂവും ചെറിയ കായ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പറഞ്ഞു താഴെ മുറിച്ചാൽ മതി പറഞ്ഞപ്പോഴാട്ടെ താഴെ മുറിച്ചത്. ഇട്ടോട് കൂടി ചക്ക നിലത്ത് കൊണ്ട് വീണ്. ഭാഗ്യത്തിന് കല്ലുമ്മക്ക് ഇല്ലാത്തതിൻ്റെ ഭാഗ്യം കേട്ടോ, അല്ലെങ്കിൽ പാകെ ചെളിപ്പിൽ ചെയ്യുന്ന കേട്ടോ. ഒരു ഉപകാരമില്ലാത്ത മാതിരി ആയിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു മരം ഉണ്ട് കേട്ടോ, അതിന് ഇതാട്ടോ തുരുത്തുരുന്നതിന് പൂവും കായൊക്കെ ഇട്ടിക്കണത്. ഇതൊക്കെ എന്തായാലും വലുതായി ഇങ്ങനെ കാണാൻ നല്ല രസമാട്ടോ. എനിക്ക് വല്ലാതെ ഇഷ്ടമൊന്നുമല്ല കേട്ടോ ചക്ക തിന്നാനൊന്നും. പഴുത്ത ചക്ക ആയാലും പച്ച ചക്ക ആയാലും വലിയ ഇഷ്ടമല്ല. പിന്നെ എങ്ങനെ വെച്ചാൽ നമ്മളാ മൂത്ത ചക്ക ഉണ്ടല്ലോ, ചക്ക കൂട്ടാൻ ഉണ്ടാക്കുക, അത് ഭയങ്കര ഇഷ്ടം കേട്ടോ. ചക്ക കൂട്ടാനും ഉള്ളിസമ്മന്തിയൊക്കെ ഉണ്ടാക്കി തിന്നണത്. പിന്നെ അതൊരു മൂച്ചിയുണ്ട് കേട്ടോ, അതും ഇതാ പിന്നെ ഹോട്ട് മുൽപ്പയിക്കണം കേട്ടോ. അങ്ങനെ കൊമ്പ് ചുള്ളൊക്കെ ആകെ പടർന്നല്ല കാട് മാതിരി എല്ലാം ഇറിട്ടായിക്കണം കേട്ടോ. ഈ ഒരു പിന്നാമ്പുറം ഭാഗം കണ്ടില്ല. പിന്നെ കൊലയിൻ്റെ ഭാഗം പറയണ്ടല്ലോ, അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്തുമാതിരി വെയിലുണ്ടെന്ന്. നേരം വെളുത്തിട്ടുള്ളൂ അപ്പം തന്നെ ഈ വെയിലിട്ടോ. നട്ടു വെച്ചൊക്കെ ഈ ഭാഗത്തൊക്കെ ഇറങ്ങുക പോലും ഇല്ല കേട്ടോ. തല പൊട്ടിത്തെറിച്ച് അമ്മാതിരി വെയിലാട്ടോ. ഇന്ന സ്ഥലത്തും കൂടിയല്ല പെര. പിന്നെ പുറത്ത് ആ കാട് വെട്ടിയ കാരണം പിന്നെ പറയും വേണ്ട, നല്ല വെയിലാട്ടോ കൊലയിമക്ക്. പിന്നെ ഇവിടെ അതേ ചെറിയ പാത്രത്തിൽ വെള്ളമൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുറത്ത് അമ്മാൻ്റെ കടലാസും കൊമ്പുകളൊക്കെ ആക്കെ അങ്ങനെ നോക്കട്ടെ. തിരൂർക്ക് പോകുമ്പോൾ ഇങ്ങനെ കൊമ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ. അപ്പോൾ എത്ര കൊമ്പുകളുണ്ട് എന്നൊക്കെ എണ്ണ എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാട്ടോ ഇതാട്ടോ അവസ്ഥ. എന്തൊരു കഷ്ടപ്പാടാണ് എന്നാ. കാരണം എന്താ വെച്ചാൽ ആ ഒരു ഇതുണ്ടല്ലോ, എന്ത് നമ്മുടെ ഈ ഈത്തപ്പഴ മരത്തിൻ്റെ മറ്റേ ഇല കുത്തിയിട്ട് ആ ഇലേൻ്റെ തുമ്പത്ത് മുള്ളാട്ടോ. കുത്തിയ നല്ല വേദന കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് വേണം നിൽക്കാൻ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതിന് തുമ്പത്ത് കൂർത്തിട്ട് മുള്ളാണ്.
ഇതിൻ്റെ അടുത്ത് കൂടെ ഒന്നും കുട്ടികളൊന്നും പറഞ്ഞേക്കാൻ പറ്റില്ല കേട്ടോ. ഏറ്റവും കണ്ണിൻ്റെ മൂക്കിലൊക്കെ കുത്തിയാൽ നല്ല കഥയൊക്കെ ഇത് നമ്മളെ കൈമും കുത്തിയാൽ തന്നെ നല്ലതാണ്, പോയസം കയറും കേട്ടോ. മുള്ളൊക്കെ ഉണ്ട് തറച്ച് കയറും. എൻ്റെ അമ്മമാരെ കൈമ്പോൾ മുള്ള് തറച്ച് കയറിയിട്ട് എത്ര മുട്ടുസൂചിയായിട്ട് കുത്തിയിട്ടും കിട്ടിയിരുന്നില്ല. ലാസ്റ്റ് ഇടങ്ങറിൻ്റെ ഔത്തായിട്ട് തോണ്ടി എന്തായാലും ആ മുള്ള് കിട്ടിയിട്ടാ. പിന്നെ അമ്മ അതാ താഴെ തൊടു കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണ്ട. എന്താ സംഭവിച്ചാൽ അവിടെ വൈതനങ്ങ തൈയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വൈതനങ്ങ തൈയൊക്കെ ഒന്ന് പോയി നോക്കിയാട്ടോ. അപ്പം അതിന്മേൽ ഒരു കായ ഉണ്ടായത്. അപ്പോൾ ആ കായ അറുത്ത് പോരട്ടോ അമ്മ. പിന്നെ അതമ്മേൻ്റെ മഞ്ഞ കടലാസും പൂ കിട്ടാം. അങ്ങനെ താഴെ ഉണ്ട് കേട്ടോ. അതേമാതിരി ഇപ്പം മരങ്ങളൊക്കെ വെച്ചിട്ട് മൂച്ചിയും പിന്നെ അടക്കാപ്പായമരവും അതും ഇതൊക്കെ ആയിട്ട് താഴെയും വെച്ചിട്ടുണ്ട്. താഴത്തെ തൊടുവായിരുന്നു വെച്ചാൽ ആപ്പാപ്പാൻ്റെ തൊടുവാണ്. ഞങ്ങൾ തീരെ ഉണ്ടാക്കിയും പോരാ, ആപ്പാപ്പാൻ്റെ തൊടുവിലും കൊണ്ടുപോയിട്ട് ഞങ്ങൾ മരങ്ങൾ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. പിന്നെ പലതരം കടലാസും കൊമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒക്കെ എണ്ണ എടുത്തേക്കാം, എനിക്കിതൊക്കെ വേണം കൊണ്ടുപോകാനെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ പറഞ്ഞത് തിരൂർക്ക് പോകുമ്പോൾ എല്ലാത്തിൻ്റെ ഓരോ കൊമ്പുകളൊക്കെ തരുവേണ്ടി പറഞ്ഞിട്ട് വല്ല കൊലയുമൊക്കെ നിന്നിട്ട്. കാരണം പെരുഞ്ചതി വെയിലായിരുന്നു. പിന്നെ കൊലയും വന്നപ്പോൾ അതമ്മ അറുത്തച്ച വൈദ്യനങ്ങട്ട് എൻ്റെ കൈൻ്റെ ഉള്ളിൽ കൊള്ളണില്ല കേട്ടോ. കാരണം എൻ്റെ കൈനെക്കാട്ടും വലിയ വൈദ്യനങ്ങയെന്ന്. ഇതിനൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഉമ്മാൻ്റെ കൂടിയിൽ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി തൗഫീഖൊക്കെ പോയിട്ട് ആരാ ചെലുതാ ഞങ്ങൾ രണ്ടാളും പിന്നെ ഞാനും എൻ്റെ അമ്മയും ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളാണ് ആ പച്ചട്ട. ഇത് രണ്ടാമത്തെ ആളും കേട്ടോ. അപ്പോൾ ഈ ആൾക്കാണ് കഴിച്ചെടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഓനെ വല്ല കസാരയിൽ അവിടെ ഇരുത്തിയിട്ടാ. ഓന് ഇതൊക്കെ കൂടെ കണ്ടിട്ട് ആകെ അന്തം വിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കാണട്ടെ, നമുക്ക് ഇവിടെ വേറെ പരിപാടി ഉണ്ട്, ഓനക്ക് കഴിച്ചതിനൊപ്പം തിരക്കാട്ടാ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങളെ കൂടെ വന്ന 2 സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചാൽ കുട്ടികൾക്കുള്ള ഇതാട്ടോ. അങ്ങനെ കുറുമ്പൊക്കെ ഇളകുമ്പോൾ അത് നല്ലൊരു കിട്ടലാണ്. കാരണം കുട്ടികളൊക്കെ കുറുമ്പട്ടുമ്പോൾ എല്ലാം ഇതിൻ്റെ ഉള്ളിലേക്കാണ് കൊടുന്ന് ഇട്ടെടുത്താൽ മതി. ഓല പാടായി നമുക്ക് എടുക്കാനുള്ള ചില്ലറയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ആകത്തിന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കൊടുത്താൽ മതിയിട്ട്. കാരണം ഊനാലും കീനാട്ടുള്ള സംഭവങ്ങളും പലതരം കളിപ്പാട്ടങ്ങളുണ്ടല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു സംഭവത്തിൽ ഓല അവിടെ ഇരുന്ന് കളിച്ചോളി. അങ്ങനെ ഞങ്ങളപ്പം ഒന്നായിട്ട് ഞങ്ങൾ രണ്ടും അവിടെ ഇട്ടാൽ പിന്നെ ഞങ്ങളിവിടെ ഇങ്ങനെ ഒക്കെ നോക്കിയിട്ട് അതിന് തൂക്കും കാര്യങ്ങളും വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയട്ടെ. കാര്യമായിട്ട് ഇങ്ങനെ ചോദിച്ചറിയിട്ടാ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് കുഞ്ഞു കുട്ടികളുടെ കേട്ടോ. അപ്പോൾ ഓൻ്റെ കൈമ്പോൾ ഇട്ടെടുത്ത് കേട്ടോ അത്. അപ്പോൾ ഇട്ടെടുത്ത് ഞാൻ നോക്കട്ടെടൂ വീഡിയോ എടുക്കട്ടെടൂ എന്ന് പറഞ്ഞപ്പോൾ ഓൻ ഒരു ഓളിച്ചും കൊണ്ട് പായട്ടാ. അപ്പോൾ അവൻ്റെ പാച്ചിലിട്ടാ തോന്നുന്നു ഞാൻ അവനെ നുള്ളി വേദനിപ്പിച്ചിട്ടേറ്റാണ് ആ പായിന്ന്. അതൊന്നല്ല കേട്ടോ സംഭവം. ഓനക്കാണല്ലോ അവൻ്റെ കൈമ കഴിച്ചാൽ കെട്ടാനും അയക്കൂല ഊരാനും അയക്കൂല. അങ്ങനെ ഇട്ട് എന്നിട്ട് കെട്ടി കൊടുത്ത കഴിച്ചതിനിട്ട് ഓന് കളിച്ചാൻ പോകട്ടെ. അത് എന്താ അപ്പോൾ എൻ്റെ ചെറിയെന്നാ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി കൊടുത്തപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. കഴിച്ചേ ഇടാൻ വേണ്ടി വിളിച്ചോന്നൊരു വിളിച്ചു. കാരണം ഓൻ ചെറിയ കുട്ടിയല്ലേ, ഓനക്കറിയില്ലല്ലോ ഇതിപ്പോഴത്തെ കഴിച്ചതിനൊന്നും. അങ്ങനെ കേട്ടോ. അപ്പോൾ അമ്മോൻ്റെ കുട്ടി അവനെ വല്ല പോയി എടുത്തുകൊണ്ടായിട്ട് ഊനാലിലൊക്കെ ഇരുത്തി നോക്കിയിട്ട്. അപ്പോൾ അവനക്ക് ഊനാലിലിരിക്കാനില്ല, ഈ ഒരു സംഭവത്തിൽ കീഞ്ഞാടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ എല്ലാവരും ആ സ്റ്റെപ്പ് കയറി പോയിട്ട് കീഞ്ഞാടില്ലേ. അപ്പോൾ അങ്ങനെ അല്ല കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി ആട്ടോ. അങ്ങനെ അവിടുന്ന് എടുത്തിട്ട് ഓൾ ഇതിൽ കൊടുന്നിരുത്തിയിട്ടാ. അതൊന്നും മുപ്പത്തേർക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അവൾക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. അവിടുന്ന് ഇറങ്ങി പോയിട്ട് ഇവല് കളിച്ചിന് ഈ കട്ടപ്പോണ്. അപ്പോൾ ചെന്നപ്പോൾ ഈ ഒരു സംഭവം അവൻ്റെ കൈമ കണ്ടിട്ട് അവനക്ക് പിരാന്ത് വരുന്നുണ്ട്. ഓനക്ക് എന്തോ ഭാരമുള്ള മാതിരി കേട്ടോ അവൻ്റെ കൈമ. കാരണം ഓനക്ക് അത് തീരെ പിടിച്ചിരുന്നില്ല. ഓൻ എടുത്തിടാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പം അതാണല്ലോ ചെറുതായിട്ട് ലൂസുണ്ട് കേട്ടോ. പിന്നെ ഓനാണല്ലോ അതാട്ടോ അവൻ്റെ അവസ്ഥ. അപ്പുറത്ത് കൂടെ കയറി വന്നിട്ടാണ് കീഞ്ഞാടുക. അപ്പം എത്ര കാട്ടാച്ച ഇവിടുന്ന് മേലൊക്കെ കയറി പോയിട്ട് കീഞ്ഞാടാൻ നോക്കാട്ടാ. ഓൻ്റെ കളി അങ്ങനെ കേട്ടോ. അപ്പോൾ അവിടുന്ന് വെള്ളം എടുത്തിട്ട് ഊനാലിൽ ഇരുത്തിയേനെ കേട്ടോ. അപ്പോൾ ഈ കുറുമ്പാട്ടുന്നത് ഓൻ ഭയങ്കര ചൂടിലാട്ടാ. പിന്നെ ഈ മാലകളൊക്കെ കണ്ട ഇതിങ്ങനെ നമ്മളെ വെള്ളിൻ്റെ ആയിട്ട് റോസ് ഗോൾഡൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഉണ്ടല്ലോ വെള്ളിൻ്റെ മാലകൾ കേട്ടോ. അപ്പോൾ എന്തായാലും 400 ചില്ലറ 500 ചില്ലറ 600 അതിനൊക്കെയുള്ള മാലകൾ കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഫാൻസി ടൈപ്പിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മാലകൾ കേട്ടോ. പിന്നെ അത് അവനെ കഴിച്ചതിനൊന്ന് കെട്ടിക്കൊടുത്താണ്. ഊരാനും വയ്ക്കണില്ല കേട്ടോ. കെട്ടിയപ്പോൾ ഇതേമാതിരി യുദ്ധം വെട്ടിയിട്ടേ കെട്ടിയത് കേട്ടോ. അപ്പോൾ ഊരാൻ വേണ്ടിയിട്ടും അടുത്ത ബദ്രു യുദ്ധം കേട്ടോ അപ്പോൾ കാണുന്നത്. അപ്പോൾ ആ ചേച്ചി അറിഞ്ഞ് നിങ്ങൾ ഊരിക്കാട്ടിയാണ് കേട്ടോ. ചേച്ചിനെ ഓൻ അയക്കണില്ല. അങ്ങനെ സോപ്പിട്ട് ഓൻ അവിടെ ഊരാട്ടോ. പിന്നെ അതാട്ടോ ഇവിടുത്തെ വെള്ളിൻ്റെ കളക്ഷനുകളൊക്കെ അതാട്ടോ. നല്ല അടിപൊളി കഴിച്ചേനാളും ഉണ്ട്, മാലകളും വളകളും പാവസാരും പിന്നെ ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ മോതിരങ്ങളും പലതരം സംഭവങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ 1000 ചില്ലറൻ്റെ ചെറിയ നെക്ലേസുകളാണ് കേട്ടോ അവിടെ കാണുന്നതൊക്കെ. പിന്നെ നല്ല രസമുണ്ട് കേട്ടോ സംഭവമൊക്കെ. എന്താ പറയുക 400 ചില്ലറിൻ്റെ 600 ചില്ലറിൻ്റെ എന്നൊക്കെ പറഞ്ഞല്ല, അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ സ്ഥിരം ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇപ്പോൾ റോസ് ഗോൾഡ് മാതിരിയുള്ള കളറ് പോയാലും അത് വെള്ളി കളർ തന്നെ ആയി വരും കേട്ടോ. നമ്മളിങ്ങനെ റോസ് ഗോൾഡിൻ്റെ ഫാൻസി മാലൊക്കെ ഇടുമല്ലോ അതേക്ക് മാതിരി തന്നെ കേട്ടോ. പിന്നെ ദബ്ബൻ്റെ കളി ഇതാട്ടാ, കാര്യമായിട്ടുള്ള കളി ഇതാണ്. ഇതിൽ കൂടി തന്നെ കയറിപ്പോവുക, അതിൽ കൂടി തന്നെ കീഞ്ഞാടി വരിക. ആ സ്റ്റെപ്പ് കുട്ടി കയറുമല്ലോ കേട്ടോ. അവൻ്റെ കളി ഒരു വെറൈറ്റി കളിയാട്ടാ. അപ്പോൾ അങ്ങനെ വീണിട്ട് ചിരിച്ചാട്ടോ, നൊലോളിച്ചൊന്നുമല്ല. അപ്പോൾ അവനക്ക് ഒരു കുഴപ്പമില്ല. കഴിച്ചവൻ്റെ കൈമത്ത ചെന്നാൽ അവൻ്റെ സ്വഭാവം മാറും കേട്ടോ. അതാട്ടോ അവസ്ഥ. ഓനക്കാണിപ്പോൾ ഞങ്ങൾ പണ്ടെടുക്കാൻ വന്നിക്കണം. അപ്പോൾ ഓനക്ക് പണ്ടൊന്നും വേണ്ട, ഓനക്ക് ഇതിൽ കളിച്ചാൽ മതി. അങ്ങനെ ഓൻ്റെ വികൃതികൾ അങ്ങനെ. അപ്പം മറ്റാളവിടെ പോയി ഊഞ്ഞാലാടുന്നുണ്ട്. ഈ ആൾക്ക് ഇതൊക്കെ കൂടെ കണ്ടിട്ട് ഏല കയറേണ്ട ഒരു പിടുത്തമില്ല കേട്ടോ. ഓനവിടെ കീഞ്ഞാടി കളിച്ചിട്ടുണ്ട്. ഇവർ രണ്ടാളും ഓലും ചെറിയ കുട്ടിയാട്ടാ. ഓനെക്കാട്ടി ചെറിയ കുട്ടിയായിട്ട് ഞങ്ങൾ രണ്ടാളും എന്നപ്പോൾ ഓലെ വിചാരം.
ഒരു കഴിച്ചെടുക്കാനാണ് ഇത്രയും ആൾക്കാരിട്ട്. അതിൻ്റെ പുറമെ മിതു അമ്മേൻ്റെ കുട്ടിയും വന്നിരുന്നു അതിൻ്റെ ഇടയിൽ. അങ്ങനെ പിന്നെ എല്ലാവർക്കും കൂടി വെള്ളവും ചായയൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ താഴെ ബില്ലടി നടക്കുന്നുണ്ട്. കാരണം മേലെ വെള്ളിപ്പണ്ടങ്ങളും താഴെ സ്വർണ്ണമാണ് കേട്ടോ. അപ്പോൾ കിട്ടിയ ചായ ഇതൊക്കെ ഇങ്ങനെ കുടിച്ചിരിക്കുന്നു കേട്ടോ. നല്ല അടിപൊളി ചായയൊക്കെ കിട്ടിയിട്ടാ. പിന്നെ ജ്വല്ലറി പോണ കാര്യമായിട്ട് കേട്ടോ, എന്തെങ്കിലും ചായയും വെള്ളമൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ അവിടുത്തെ ചായ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വേങ്ങിയ അതാട്ടാ കഴിച്ചതിന്. അപ്പോൾ ഓനക്കാണല്ലോ അവനെ മടിയിലിരുത്തിയിട്ട് ഉമ്മമ്മേട്ടാ കഴിച്ചാൽ കെട്ടി കൊടുക്കണതാണ്. അങ്ങനെ ഉമ്മമ്മ കഴിച്ചാൽ കെട്ടി കൊടുക്കാൻ നോക്കിയപ്പോഴാണ് ഓൻ സമ്മതിച്ചൊന്നുമില്ല കേട്ടോ. ഓനക്ക് ഇതെന്താന്നാവട്ടെ അലർജിയാണ് തോന്നുന്നത്. ആറ്റും നോറ്റും ഓനക്കൊരു കഴിച്ച മീൻ കൊടുത്തപ്പോൾ അതൊട്ട് ഇടണമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഓനെ കഴിക്കെന്താ സംഭവിച്ചാലോ ഓക്കെ പൊരി കേട്ടോ. അത് ഓൻ്റെ താത്തിയിട്ടും തിന്നേന്ന്. അപ്പം കുറുമ്പാട്ടിയപ്പോൾ ഓനക്കൊന്ന് കൊടുത്തേന്ന്. അപ്പോൾ ഉമ്മമ്മ ഈ കയ്യിൽ കഴിച്ചാൽ കിട്ടുമ്പോൾ ഓനക്കത് തിന്നാൻ പറ്റണില്ലല്ലോ, അതിനാട്ടാ കുറുമ്പാട്ടണ്. അപ്പോൾ ഓൻ്റെ അമ്മ ഓക്കെ വാങ്ങിയിട്ട് മറ്റേ കൈക്ക കൊടുത്തിട്ട് അപ്പോൾ ഓനായിരുന്നു തിന്നാണ്. പിന്നെ ഉമ്മമ്മാനെ കൊണ്ട് ഇടാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറുമ്പിളകിയിട്ട് കൈ ഇങ്ങനെ ആട്ടി അണക്കിയൊക്കെ ചെയ്തിട്ടേ കഴിച്ചാൽ കെട്ടാൻ പറ്റില്ല. ലാസ്റ്റ് പിന്നെ രംഗത്ത് ഓൻ്റെ അമ്മ തന്നെ ഇറങ്ങിയിട്ടാ. അങ്ങനെ പിന്നെ എന്തായാലും ഓൻ്റെ അമ്മ കഴിച്ചാനൊക്കെ കെട്ടിക്കൊടുത്തു. എന്നിട്ട് ഓനോട് ഞാൻ പറയടാ അല്ല കഴിച്ചാനൊന്ന് കാണിച്ചു തന്നാന്ന്. അപ്പോൾ ഓൻ്റെ ഒരു ജാട അതിലും വലിയ ജാടട്ടാ. അങ്ങനെ ഇട്ടാ. പിന്നെ ആൾ ചെറിയ കുട്ടിയൊന്നല്ല കേട്ടോ, 1 വയസ്സൊക്കെ ഇരിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഓനോട് ചോദിച്ചപ്പോൾ അതാട്ടാ അവസ്ഥ. ഓൻ്റെ കൈ എല്ലാം അവിടെ നിന്ന് മാറ്റി വെച്ച്. ആ കൈ കഴിച്ചാൻ കിട്ടിയിട്ട് ആ കൈയായിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അതാട്ടെ വേറെ കോമഡി. ആ കൈയും ഇങ്ങനെ വിട്ട് പിടിച്ചും കൊണ്ടിട്ട് ആ ഒരു കയ്യിൽ എന്ത് കൊടുത്താലും ആ കൈ നേരെ ഇടത് കൈക്കൊക്കെ വെക്കാട്ടോ അവന്. കാരണം എന്താ വെച്ചാൽ കുട്ടിക്ക് അങ്ങനെ ഇട്ട് ശീലമില്ലായിട്ട് ഭയങ്കര പൊറുതയായിട്ട് ആ ഒരു കഴിച്ചാൻ കെട്ടി കൊടുത്തിട്ട്. ഇപ്പം എന്തായാലും ശീലമായിക്കിട്ടാ. കിട്ടിയെന്നൊക്കെ അതിൽ നിന്നിട്ട അവസ്ഥ. ഓൻ ആ കൈയായിട്ടൊന്നും ചെയ്യൂല. അങ്ങനെ ഇട്ടാ. അത് നല്ല വിറ്റ് ചെയ്തിട്ടാ ആൾ. സംഭവം ആൾ ചെറുതാണെങ്കിൽ ഭയങ്കര കോമഡി ആയിട്ടാ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ കൂടിയിൽ നിന്ന് പിന്നെ ഞങ്ങൾ പെരേക്കും പോവാട്ടോ. അപ്പോൾ അതാട്ടാ അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിട്ടാ. അപ്പോൾ എനിക്ക് ഉണ്ടക്കിഴങ്ങ് തിന്നാനുള്ള പൂതി ഉണ്ടായിരുന്നിട്ട്. എന്താ മധുരക്കിഴങ്ങ് എന്താണല്ലോ അതിന് പറയാം. ഇത് തിന്നാനേട്ടാ. അപ്പോൾ അവിടെ ഒരു വല്യപ്പം ഇങ്ങനെ തിരഞ്ഞെടുക്കണ്ടായിരുന്നിട്ടാ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്കും ഉണ്ടക്കിഴങ്ങൊക്കെ ഒരുപോലെ തന്നെ കേട്ടോ. ആ കാക്ക ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ നുള്ളി പെറുക്കി എടുക്കട്ടോ. അത് കണ്ടപ്പോൾ ഞാനും നുള്ളി പെറുക്കാൻ നോക്കിയതാട്ടാ. പക്ഷെ എനിക്കല്ലാതെ ഒരുപോലെ എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. ആ ചക്കനോട് തന്നെ പറഞ്ഞു ജന പെറുക്കി തന്നായിരുന്നു കേട്ടാ. അങ്ങനെ പിന്നെ അതൊക്കെ ആക്കി തന്ന്. പിന്നെ നെല്ലിക്ക കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ നെല്ലിക്കും 10 റുപ്യക്ക് തന്നെ ആളായിട്ട് വെറുതെ ആയിട്ട് തിന്ന്. അങ്ങനെ ഇടക്കും തിരക്കൊക്കെ ഇങ്ങനെ തിന്നടക്കാൻ ഒരു രസത്തിന് 10 റുപ്യക്കൊന്ന് നെല്ലിക്കും വേങ്ങിയിട്ടാ. പിന്നെ അമ്മ എന്തൊക്കെയാണ് പച്ചക്കറികളൊക്കെ വേങ്ങിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ വേങ്ങിയ പച്ചക്കറികളൊക്കെ ഓനിങ്ങനെ കവറിലാക്കി തരിക കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ വെച്ചാൽ എല്ലാവിധ പച്ചക്കറികളും കൂട്ടിട്ടാ. എന്തൊക്കെ വെള്ള ക്യാരറ്റൊക്കെ. അങ്ങനെ പിന്നെ എന്തായാലും ഓൻ പച്ചക്കറി പാക്കാക്കണ നോക്കിക്കാട്ടെ. ഞങ്ങൾ രണ്ടാളും ഈ കടയിൽ പിന്നെ ഒരുവിധമുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഓൻ്റെ കൈക്ക് കാണുന്ന ബൊക്ക മാതിരിയുള്ള സംഭവം എന്താണെന്നല്ല, ഇത് ഉള്ളിത്തൂമ്പാട്ടോ. ഇത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉള്ളിത്തൂമ്പ് ഇങ്ങനെ കടുക് വറുത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല രസമാണില്ല. അങ്ങനെ കേട്ടോ. ഇതെന്താ നല്ല എന്താ പറയുക ഉള്ളിൻ്റെ മണം ഇക്കരെ ഉള്ളിൻ്റെ എന്താ പറയുക ചുട്ടീറലുണ്ടാവില്ല ആ ഒരു സംഭവം ഉണ്ടാവും കേട്ടോ. പിന്നെ ഉള്ളിത്തൂമ്പിന് ഉള്ളിൻ്റെ മണമല്ലാതെ മാങ്ങേൻ്റെ മണമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. എന്തായാലും ഉള്ളിത്തൂമ്പി എൻ്റെ കൈക്കും തന്ന് പച്ചക്കറി കിറ്റ് ഉമ്മേൻ്റെ കൈക്കും കൊടുത്തിട്ടാ. അങ്ങനെ എല്ലാവിധ പച്ചക്കറികളും കിട്ടിയപ്പോൾ ഉമ്മാക്കൊരു പൂതിട്ടാ. എന്താണെന്നുണ്ടെ അവിടെ ഇതേമാതിരി കക്കരിക്ക ഉണ്ടായിന്ന്. അപ്പം എൻ്റെ മിഥുനാണല്ലോ ഭയങ്കര ഇഷ്ടമാട്ടോ കക്കരിക്ക. അപ്പം ഉമ്മാൻ്റെ വീട്ടുകാർ പച്ചക്കറി വാങ്ങാൻ പോകുന്ന അപ്പം കക്കരിക്ക വാങ്ങും. അപ്പം അന്നേരം 2 കക്കരിക്ക എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ വേഗി പൈസ ഒക്കെ കിട്ടിയതിന് ശേഷം കേട്ടോ കക്കരിക്ക കണ്ട്. അപ്പം പിന്നെ വെറുതെ വിട്ടില്ല. ഓനോട് പറഞ്ഞ 2 കക്കരിക്കയും വെച്ചാളയാറ്. അങ്ങനെ ബില്ലൊക്കെ കിട്ടി 250 റുപ്യ ആയിട്ടാ. അങ്ങനെ അവിടുന്ന് പച്ചക്കറിയൊക്കെ വാങ്ങി പോകുന്ന അതിൻ്റെ അപ്പുറത്തെ കടയിൽ പോയി ഒരു കിലോ വാങ്ങിയിട്ട്. എനിക്ക് പിന്നെ പുറത്തിറങ്ങിയ ഒരു 10 റുപ്യേൻ്റെ കിലോ കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കിട്ടിയ കിലോയിട്ട് ഞങ്ങൾ നേരെ വന്നിട്ട് ഫാൻസി കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊന്നും കുടിച്ചില്ല കാരണം അങ്ങടിയാണ്. ഞാൻ പിന്നെ എൻ്റെ പണിയിലാട്ടോ കാര്യമായിട്ടുള്ള പണി ഇതൊക്കെ തന്നെ. പുറത്തിറങ്ങി എനിക്ക് 10 റുപ്യേൻ്റെ കിലോ കിട്ടണം കേട്ടോ. എല്ലാവർക്കും ജ്യൂസ് ചായ അങ്ങനെയൊക്കെ അല്ലേ കാര്യം ഇഷ്ടം. എനിക്ക് ചായയും ജ്യൂസൊന്നും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഇതേമാതിരി 10 റുപ്യേൻ്റെ കിലോ കിട്ടണം കേട്ടോ. പിന്നെ ചായ കുടിച്ച് ഇതേമാതിരി പൊരിക്കടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും കേട്ടോ. പിന്നെ ഞാൻ എന്താ വിട്ട് നോക്കിയെന്ന് അതാട്ട സംഭവം ഗ്യാരൻറ്റിൻ്റെ പല മോഡൽ വളാളും മാലാളൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് രസമുണ്ടെന്നാ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു ശർക്കര മൈലാഞ്ചി എടുത്തിട്ടാ. അപ്പോൾ അതിലും ഇതേമാതിരി ഡ്രസ്സ് തപ്പണ മാതിരി അതും കൊണ്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ മാറ്റി മറിച്ചിട്ടിട്ട് തപ്പിത്തരേട്ടാ. കാരണം എന്താ വെച്ചാൽ വേറെ പലതരം മൈലാഞ്ചികളുണ്ട്. അപ്പോൾ ഏതെടുക്കണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കാം കേട്ടോ. പിന്നെ എടുത്തിട്ട് വേഗം വണ്ടി നിൽക്കണം ഇതിൻ്റെ അടുത്ത് കേട്ടോ. പലതരം വളകൾ കാണുമ്പോൾ നമ്മൾ പിന്നെ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ. വല്ല വളയും മാലയും എവിടെയെങ്കിലും തൂങ്ങി അവിടെ കണ്ണും വീവ. അങ്ങനെ നോക്കിയപ്പോൾ തട്ട് പല മോഡൽ വളകളും ഇട്ട് എന്തോ രസമുണ്ട് കാണാൻ തന്നെ. നമ്മൾ സ്വർണ്ണത്തിൻ്റെ അതേമാതിരി ഇട്ടപ്പോൾ അപ്പോൾ എന്തായാലും സ്വർണ്ണം ഇപ്പോൾ ആരും വാങ്ങൂല. അങ്ങനത്തെയൊക്കെ നല്ല അടിപൊളി വള ഉണ്ടാകുമ്പോൾ എന്തിനാലേ വെറുതെ നമ്മൾ പെരൻ്റെ ആധാരം കൊണ്ടു വെച്ചിട്ട് സ്വർണ്ണം എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നിട്ട് എന്തോ രസം കണ്ടിട്ട് അവിടുന്ന് പോരാൻ തോന്നില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്തുനിന്ന് ഇങ്ങനെ അവിടെയൊക്കെ ചുറ്റിക്കറി ഇങ്ങനെ കണ്ട് വന്നപ്പോൾ എന്താ കേട്ടോ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഇങ്ങനെ
പലതരം ഫാൻസിൻ്റെ കമ്മലാണ് ഇട്ടത്. ഇതൊക്കെ കണ്ടപ്പോൾ കൊതിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കമ്മലൊക്കെ വീണ് വെറുതെയാണ് അൽമാറയിൽ കൊടുന്ന് പാത്തക്കാന്നല്ലാതെ ഇടലൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതേമാതിരി നമ്മൾ പുറത്തേക്ക് ലോങ് പോകുമ്പോൾ ട്രെയിനിൽ പോകുമ്പോഴൊക്കെ നമ്മൾ സ്വർണ്ണ കൂരിയൊക്കെയല്ലോ, സ്വർണ്ണ കൂരി വെച്ച് പോണ വഴിക്കൊക്കെയാണ് ഞാൻ ഈ കമ്മലൊക്കെ ഇടുള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് മുട്ടായി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഓനക്കൊരു ഡയറി മിൽക്ക് വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പലതരം പണ്ടത്തെ മുട്ടായികളുണ്ട് കേട്ടോ. അങ്ങനെ ഓനക്കൊരു ഡയറി മിൽക്കും വാങ്ങി ഞങ്ങൾ പിന്നെ നേരെ പെരേക്ക് പോന്നിട്ടാ. എൻ്റെ കൈക്കൊരു ഡയറി മിൽക്ക് ഉള്ളിത്തോമ്പുണ്ട് കേട്ടോ. പിന്നെ അത് നമുക്ക് വേണ്ടതാണല്ലോ, കാരണം ഡയറി മിൽക്ക് കൈക്ക് പിടിച്ചാലേ നമുക്കൊരു പൊട്ടിട്ടുള്ളൂ. അങ്ങനെ പിന്നെ ഓനെ സോപ്പിടാൻ വേണ്ടി ഡയറി മിൽക്കൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ പെരേക്ക് നടന്നു പോവാട്ടോ. അങ്ങനെ എന്തായാലും പെരയിലെത്തിയിട്ട് അപ്പം ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പകുതി സമയം കഴിഞ്ഞ് വൈകുന്നേരമായി തുടങ്ങിയിരിക്കണം, ദിവസം അവസാനമായി തുടങ്ങി. അങ്ങനെ പെരയ്ക്ക് എത്തി. പിന്നെ പെരയ്ക്ക് എത്തിയത് ഓർമ്മ ഉള്ളൂ കേട്ടോ. നണ്ട് പോയി കിടക്കാൻ ചിട്ടീന്ന് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയില്ല, കടന്നമ്മ തച്ചുള്ളൂ കേട്ടോ, കാരണം വൈകുന്നേരം ഉറങ്ങാനായിക്കില്ല അമ്മ. അങ്ങനെ ഉച്ചക്ക് ഈ തെണ്ടി നടക്കൽ മുഴുവൻ കഴിഞ്ഞ് പെരയ്ക്ക് എത്തിയപ്പോൾ ഒരു നേരമായി. അങ്ങനെ പിന്നെ അമ്മ വൈകുന്നേരം ഇങ്ങനെ വിറകൊക്കെ പെറുക്കി ഒതുക്കി വെക്കാൻ വേണ്ടി വാർപ്പിൻ്റെ മേലേക്ക് കയറി കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ വാർപ്പിൻ്റെ മേലിൽ ഇങ്ങനെ മുരിങ്ങൻ്റെ ഇല എന്നുള്ള നല്ല സുഖം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു മുരിങ്ങൻ്റെ ഇല നമുക്ക് ഉപ്പേരി വെക്കാറിട്ട് അങ്ങനെ മുരിങ്ങൻ്റെ ഇല എൻ്റെ ഇഷ്ടത്തിന് ഞാൻ നുള്ള കേട്ടോ. അങ്ങനെ മുരിങ്ങൻ്റെ ഇലയൊക്കെ അങ്ങനെ നുള്ളി നിൽക്കുന്നത്. ഇതാണല്ലോ നുള്ളണ പകുതി താഴത്ത് കട്ട കൊയിനാടുന്ന, കാരണം എൻ്റെ കൈക്ക് ഒരു കൈക്ക് ഫോണും ഒരു കൈക്ക് മുരിങ്ങൻ്റെ ഇലയല്ലേ, പിന്നെ ഇങ്ങനെ കൊയിനാടാതിരിക്കല്ലേ. ഇതാണല്ലോ നുള്ളിയിട്ട് പിച്ചിട്ടും കൊണ്ട് പോരില്ല കേട്ടോ. അപ്പം എൻ്റെ അമ്മ ചീത്ത അറിയുന്നുണ്ട്, ആ ഫോൺ അവിടെ വെച്ചിട്ട് നുള്ളുക അല്ലെങ്കിൽ എൻ്റെ മരം ഒടിച്ചല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും നുള്ളണ പകുതി കീഴ്പ്പെട്ടും പകുതി കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇങ്ങനെ നുള്ളി പെറുക്കി എടുക്കുകയാണ് കേട്ടോ. ഇതെങ്ങനെ വെച്ചാൽ ഞാനിങ്ങനെ തേങ്ങ അരച്ചിട്ട് അങ്ങനെ നമ്മൾ വെക്കുമല്ലോ, കൂട്ടാൻ വെക്കുമല്ലോ, അങ്ങനെ വെക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് നുള്ളുന്നത് കേട്ടോ. അപ്പോൾ ഈ നുള്ളണ കാര്യമൊന്നും നോക്കണ്ട കേട്ടോ. നുള്ള ഭയങ്കര ഉഷാറിൽ നുള്ളുണ്ട്. തിന്നാളെ ഒരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നുള്ളി ഇലയൊക്കെ വേറെ വേറെ ആയി തരം തിരിച്ച് വെച്ച്, അതായത് ചെറിയ ഇല ഉണ്ടാവുമല്ലോ, നല്ല മൂത്ത ഇലല്ല, അങ്ങനത്തെ ഇല ഉണ്ടല്ലോ, അതൊക്കെ നുള്ളി വെച്ചതിന് ശേഷം പിന്നെ എൻ്റെ മൂട് പോയിട്ടാ. പിന്നെ മുരിങ്ങൻ്റെ ഇല കേട്ടോ ഉപ്പേരിയും വെച്ചിട്ടില്ല, കറിയും വെച്ചിട്ടില്ല കേട്ടോ. ഉമ്മാൻ്റെ കുടിയേക്ക് കൊടുത്തേക്കാട്ടോ ചെയ്ത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ മേലത്തെ കാട് ഇതേമാതിരി വെട്ടിത്തളിച്ചിരിക്കുന്നതൊക്കെ. ഇതാട്ടാ കാടൊക്കെ വെട്ടിയിട്ട് എൻ്റെ അമ്മക്കോട്ട് കുറേ വിറക് കിട്ടിക്കണം കേട്ടോ. കുറേ മുറ്റത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് അപ്പുറത്ത് താഴത്ത് തൊടുവിലുള്ളത് അവിടെ അയൽവാസി താത്താൻ്റെ വിറകാട്ടോ. അങ്ങനെ പിന്നെ ഈ മേലക്കിട്ട വിറകൊക്കെ കൂടി അമ്മ പെറുക്കി ഒതുക്കിയിട്ട് ഇങ്ങനെ ആലക്കിയെന്ന് കേട്ടോ. പിന്നെ അപ്പുറത്തത്തെ എന്താ കാട് ഇതാട്ടോ. ഇവിടെ ഇപ്പോൾ കുറേ പന്തിയും കാടൊക്കെ കിട്ടിക്കണം മഴയൊക്കെ പെയ്തിട്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തത്തെ പെരുഞ്ചാതി കാട് വേറെയും. എന്തായാലും കാട്ടിങ്ങനെ എന്താ പറയുക, ഒരു എന്താ പറയുക, കാടിൻ്റെ ഉള്ളിൽ നിന്ന് പറയട്ടെ നമ്മൾ പെര. പിന്നെ പെരൻ്റെ മേലെ കയറി നിന്നാൽ നല്ല മലയും കുന്നും ഇതൊക്കെ കാണാം. പിന്നെ വൈകുന്നേരമായി തുടങ്ങിയിരിക്കണല്ലോ, അത് വേറെ രസമാണല്ലോ ഈ നേരത്തൊക്കെ ഇങ്ങനെ മലയും കാടും കുന്നൊക്കെ കാണുന്നത്. പിന്നെ ഇങ്ങനെ കാടും പൊന്തിയൊക്കെ ഇതായിട്ട് എൻ്റെ അമ്മേൻ്റെ വിറകൊക്കെ അതവിടെ കൂട്ടിയിട്ടുണ്ട്. ഒരു തലക്കം ഇങ്ങനെ വിറക് ഒതുക്കി പെറുക്കി ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതവിടെ താഴെയൊക്കെ വിറക് കേട്ടോ, കട്ടിയുള്ളതും കട്ടില്ലാത്ത, അതായത് ചുള്ളിയും കൊമ്പും അങ്ങനെ വീതിയുള്ള വീതിയില്ലാത്ത കൊണ്ടും പല തരാക്കി വെച്ച് കേട്ടോ. അങ്ങനെ ഞാനവിടെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കട്ടെ. എൻ്റെ അമ്മ വിറക് ഒതുക്കി പെറുക്കി വെക്കുന്നുണ്ട്. അയൽവാസി ആദ്യം വന്നിട്ടുണ്ട് കേട്ടോ വർത്താനം പറയാൻ. അങ്ങനെ അതിനായിട്ട് വർത്താനം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. എൻ്റെ അമ്മ കാര്യമായിട്ട് അവിടെ പണി തിരക്കാട്ടോ. ഞാൻ പിന്നെ എനിക്ക് മുരിങ്ങൻ്റെ ഇല നുള്ളണ ചെറിയൊരു പണി ഞാൻ ഏറ്റെടുത്തുക്കണല്ല, ആ പണി മുഴുവനാക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ അമ്മ തച്ചിടും കേട്ടോ. പിന്നെ അപ്പുറത്ത് ഞാൻ മുരിങ്ങൻ്റെ ഇല നുള്ളണുണ്ടപ്പോൾ എൻ്റെ അയൽവാസി താത്താക്കും വേണമെന്ന് പറഞ്ഞിട്ട് അതും മുരിങ്ങൻ്റെ ഇല നുള്ളണ്ടായിരുന്നു. പിന്നെ ഞാനീ നുള്ളണ കാര്യമാക്കണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഒരു കൈക്ക് ഫോണാണ്, അപ്പോൾ എനിക്ക് വീഡിയോ എടുത്താൽ ആരുമില്ല. പിന്നെ ട്രൈപ്പോഡൊക്കെ താഴെ പോയി എടുത്ത് കൊണ്ടുവരാം, അതൊക്കെ കുറേ റിസ്ക്കുള്ള പണിയല്ല. താഴത്തേക്ക് ഇറങ്ങാൻ മേലൊക്കെ കയറിയാൽ പിന്നെ താഴത്തേക്ക് ഇറങ്ങൂല കേട്ടോ, ഭയങ്കര മടിയാണ്. അപ്പോൾ പിന്നെ എന്തായാലും ട്രൈപ്പോഡൊന്നും എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ കൈയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നുള്ളും പിച്ചും ചീന്തിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ കാര്യമാക്കേണ്ടത്. അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല പോലെ ഞാൻ മുരിങ്ങൻ്റെ ഇല നുള്ളിന്ന് കേട്ടോ. പിന്നെ ഞാൻ ഇട്ടിക്കണത് എന്താ വെച്ചാൽ എൻ്റെ അമ്മമാരുടെ മാക്സി കേട്ടോ. ഞാൻ പാങ്ങ് പോയാൽ എനിക്ക് മാക്സി കേട്ടോ കാര്യമായിട്ട് ഞാൻ ഇടുക. എനിക്കാണല്ലോ ഭയങ്കര ഇഷ്ടമായിട്ട് ഈ മാക്സി ഇട്ടെടുക്കണത്. ഇപ്പോൾ ഈ ഇട്ടിക്കണ ബനിയൻ്റെ മാക്സി ഉമ്മാൻ്റെ കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ മാക്സി ഇടും. പിന്നെ എനിക്കും മാക്സി ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ എൻ്റെ അല്ല കേട്ടോ, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കയറിട്ട് എടുത്തിടുക. ഞാനും എൻ്റെ അമ്മയും തമ്മിലുള്ള യുദ്ധം അതിനെ കയറട്ടോ. കാരണം എന്താ വെച്ചാൽ ഉമ്മാൻ്റെ മാക്സികൾ അങ്ങനെ ഇട്ടെടുക്കും. അപ്പോൾ ഉമ്മ എനിക്ക് എൻ്റെ ഇട്ടൂടെ അറിയട്ടെ, കാരണം എൻ്റെയൊക്കെ ഷേപ്പാക്കിയിട്ട് മാക്സികൾ ഉണ്ടാവും, എന്നാലും ഞാൻ ഇടൂല. ഉമ്മാൻ്റെ വലിയൊരു മാക്സി ഇങ്ങനെ വലിച്ചേറ്റി നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം നല്ല കാറ്റൊക്കെ ഉണ്ടാവുമല്ലോ, നല്ല സുഖമല്ല ഇട്ടെടുക്കാൻ. ഈ കല്യാണം കഴിഞ്ഞ ഒരുവിധമുള്ള പെൺകുട്ടികളൊക്കെ അങ്ങനെ തന്നെ ആവില്ല. എത്ര ഡ്രസ്സ് ഉണ്ടായാലും അവരാരെ ഉമ്മാരെ മാക്സി തല്ലുകൂടിയിട്ടായാലും അതിനെ എടുത്തിടും കേട്ടോ. ഞാൻ പറയും തച്ചെന്നാലും ഞാൻ തന്നെ എടുത്തിടും എന്ന് അറിയിട്ടാ. പിന്നെ അയൽവാസിൻ്റെ ചേച്ചിമാർ ഇതാ വിറകൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരങ്ങനെ പോവാട്ടാ. പിന്നെ ഞങ്ങൾ വിറകുണ്ടാക്കിയൊക്കെ ഒതുക്കി പെറുക്കി എടുത്ത് വെക്കിയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് മുരിങ്ങൻ്റെ ഇല ഊരിയിട്ട് അവിടെ പാത്ത് വെച്ചിട്ട്, കാരണം ഉപ്പേരിയും വെച്ചിട്ടില്ല കറിയും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ തിരൂരത്തെ ഡ്രസ്സ് പാങ്ങിലുണ്ടാവും, പാങ്ങത്തെ ഡ്രസ്സ് തിരൂരുണ്ടാവും. ഒരു വൈക്ക് പോകുമ്പോൾ ടോപ്പ് തിരൂരാണെങ്കിൽ ഫാൻറ്റ് പാങ്ങിലേക്കാരം, പാങ്ങിൽ ഫാൻറ്റ് ഉണ്ടോ എന്നാൽ ടോപ്പ് തിരൂരും, അങ്ങനെയൊക്കെ കേട്ടോ. പോണ നേരത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, കാരണം തലയും പാലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കേൾക്കാറേ
പിന്നെ ഞാൻ എൻ്റെ പേരിൽ പോയ മാക്സി തന്നെ ഇട്ടിടാം. രാവിലെ ഇട്ടിരുന്ന മാക്സി തിരൂരത്തെ മാക്സിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ മാക്സി ഇടാൻ. ലാലുവിന് ഇങ്ങനെ മാക്സി ഇട്ട് കാണാനും ഇഷ്ടമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് തിരൂർ ഇടാൻ മടിയാണ്. പകലൊന്നും ഞാൻ മാക്സി ഇട്ട് നടക്കില്ല കേട്ടോ തിരൂർ. അപ്പോൾ ആ മാക്സി ഞാൻ പാങ്ങിൽ കൊണ്ടുവച്ചേനെ. പിന്നെ അയൽവാസിയിൽ നിന്ന് ചോറ് കിട്ടിയിരുന്നു കേട്ടോ, മന്തി അൽഫാമൊക്കെ. അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ മന്തി അൽഫാമൊക്കെ തിന്ന് മിതു അതാ 8:30 9 മണിയായപ്പോഴത്തേന് കടന്നിക്കണം കേട്ടോ. എന്താ സംഭവിച്ചാൽ നല്ല ക്ഷീണമുണ്ട്. രാവിലെ ഉമ്മാൻ്റെ കൂടിയിൽ പോയി. അവിടുന്ന് ഓല് മീൻ പിടിച്ചാൻ പോയി എടുത്ത് നേരായിട്ട് ഓല് ജ്വല്ലറിക്ക് വന്നിന്ന് ഞങ്ങളെ കാണാനായിട്ട് ഞങ്ങളെ തിരഞ്ഞു തന്നേന്നു ഓല് ജ്വല്ലറിക്ക്. അങ്ങനെ എന്തായാലും ഞങ്ങളൊരു ഫാമിലി മുഴുവൻ ഒരു കഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അന്ന് ജ്വല്ലറിക്ക് പോയിന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം.